നമസ്കാരം. ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ദിവസങ്ങളാണ് വരാനുള്ളത്. കാരണം ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ UAE ആരംഭിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കാണെങ്കിൽ ഇന്ത്യയുടെ ഒരു വൈറ്റ് ബോൾ ടൂർണമെൻറ്റ് കണ്ടിട്ട് ഒരുപാട് മാസങ്ങളായി. കാരണം IPLൻ്റെയും ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെയൊക്കെ ഒരു ഇടവേളയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ 2020 ടീം കളിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഏഷ്യാ കപ്പിനെ കുറിച്ച് തന്നെ ഇന്ന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏഷ്യാ കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുള്ളവരാണ് ഞാനടക്കമുള്ള എല്ലാ ക്രിക്കറ്റ് ആരാധകരും. എന്നാൽ ആ ഏഷ്യാ കപ്പിന് ഇപ്പോൾ മുമ്പത്തെ കാലത്തെ ഓളമുണ്ടോ? അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിൽ ഒരു ഇന്ത്യയുടെ ഏകപക്ഷീയമായ മത്സരങ്ങളായിരിക്കും ഉണ്ടാവും, അതല്ലെങ്കിൽ ഇന്ത്യയോട് ചാലഞ്ച് ചെയ്യാൻ പോകുന്ന വേറെ ഏതെങ്കിലും ടീം ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് ശ്രീ ദിലീപ് പ്രേമചന്ദ്രൻ സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 2 തവണ ഏഷ്യാ കപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2000 ബംഗ്ലാദേശിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റും 2004 ലങ്കയിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റും അദ്ദേഹം ക്രിക്കിൻഫോ അടക്കമുള്ള മാധ്യമങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കും. സാറാ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യാ കപ്പിന് സത്യം പറഞ്ഞാൽ സാർ ഒരുപാട് കാലത്തെ പരിചയം ഉണ്ടാവല്ലോ. ഒരു മുമ്പത്തെ കാലത്തെ ഒരു ആരവുണ്ടോ, അല്ലെങ്കിൽ അത്രയ്ക്കൊരു കോമ്പറ്റീറ്റീവ്നെസ് ടൂർണമെൻറ്റിനുണ്ടോ? ഇല്ല, ആദ്യത്തെ പ്രത്യേകത എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ 2000-ലും 2004-ലും ഒക്കെ നമ്മൾ വേനൽക്കാലത്ത് ഇവിടെ ക്രിക്കറ്റ് കളിക്കില്ല, ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വന്നിരുന്ന ഒരു കോമ്പറ്റീഷനായിരുന്നു ഇത്. 2000-ൽ ബംഗ്ലാദേശിൽ കളിക്കുന്നത് മെയിലാണ്. അപ്പോൾ ഭയങ്കര ചൂട്, ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു വെതറായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിരുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ IPL വന്നതിന് ശേഷം പ്രത്യേകിച്ചും ആ ഒരു ഇൻട്രസ്റ്റ് പോയി. പണ്ടത്തെ ഒരു ഇതൊന്നുമില്ല, എല്ലാ നാട്ടിലും അവരുടേതായിട്ടുള്ള ലീഗ് തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൗതം ഗംഭീറാണ് കോച്ച്. ഗൗതം ഗംഭീർ വന്നതിന് ശേഷം ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടായത് 2020 ടീമിലാണ്. കാരണം നമ്മൾ തന്നെ കണ്ടു, ഇന്ത്യയുടെ സ്കോർ 290 എത്തുന്നത് കണ്ടു. IPLനേക്കാൾ എബോയിലാണ് ഇന്ത്യ സ്കോർ ചെയ്തത്. എന്നാൽ UAE പിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രഡീഷണലായിട്ട് കുറച്ച് സ്ലോ പിച്ചായിരുന്നു. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ ഇന്ത്യ സ്പിന്നർമാരെ വെച്ചാണ് കളി പിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു ഇന്ത്യയുടെ ഒരു അപ്രോച്ച് മാറ്റേണ്ടി വരുമോ? ഇന്ന് ഞാൻ കണ്ട ഫോട്ടോസ് നല്ല പുല്ലുള്ള പിച്ചാണ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച പക്ഷേ ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നതാണ്. ഭയങ്കര പൊരിഞ്ഞ വെയിലും ചൂടുമാണ്. അപ്പോൾ എന്ത് പുല്ലുണ്ടെങ്കിലും അത് 5 മിനിറ്റ് നിൽക്കുള്ളൂ കവേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പിച്ചിൻ്റെ ആ ഒരു നേച്ചർ വലുതായിട്ട് മാറുന്നത്. സ്ലോ തന്നെ ആയിരിക്കും, ടേണിയും ക്രാക്സൊക്കെ ഉണ്ടാവും. വൈകുന്നേരമാണ് കളിക്കേണ്ടത്, എന്നാലും കൂടി സ്പിന്നർമാരുടെ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? കാരണം UAE എന്ന് പറഞ്ഞ ട്രഡീഷൻ ഞാൻ പറഞ്ഞു, സ്പിന്നർമാരുടെ പിച്ചാണ്. അതുപോലെ ഏതാണ്ട് എല്ലാ ടീമുകളും സ്പിന്നേഴ്സ് ടീമുകളാണ്. ഇപ്പോൾ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനും ലങ്കയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാനും സുഫിയാൻ മുക്കീമിനെ കളിപ്പിക്കാൻ എങ്ങനെയായിരിക്കും ടൂർണമെൻറ്റിൻ്റെ ആവേശം എങ്ങനെയായിരിക്കും അത് ബാധിക്കുമെന്നോ സാറിന് എന്താ തോന്നുന്നു? എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 280, 300 അങ്ങനത്തെ സ്കോറൊന്നും കാണാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇന്ത്യയെ പോലത്തെ ഒരു ടീം എന്നാലും ആ 20 ഓവർ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ള ഒരു ഇതായിട്ടായിരിക്കും കളിക്കാൻ ഇറങ്ങുക. പക്ഷെ 300 ടാർഗറ്റ് ചെയ്യണതിന് വരും ചിലപ്പോൾ 200 ആയിരിക്കും. അതുപോലെ നമ്മൾ പറയേണ്ടത് ഇന്ത്യൻ ടീം ലൈനപ്പാണ്. പലപ്പെട്ട ചർച്ച ചെയ്തതാണ്. കാരണം ശ്രേയസിനെ പോലുള്ള ഒരുപാട് ഫോമിലുള്ള താരങ്ങളെ മാറ്റിയിട്ടാണ് ശുഭ്മൻ ഗിൽ പെട്ടെന്നൊരു എൻട്രി 2020 ടീമിലേക്ക് നടത്തുന്നത്. അതേസമയം നമ്മൾ ഈ സാധാരണ പറയാറുണ്ട്, ഇന്ത്യൻ ക്രിക്കറ്റിന് എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറിനെ വേണം നമ്മൾ പറയാറുണ്ട്. മുമ്പ് കപിൽ ദേവ് ആയിരുന്നു, സച്ചിൻ ഉണ്ടായിരുന്നു, കോഹ്ലി ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, അതുപോലെ ഒരു പോസ്റ്റർ ബോയ് ആക്കാൻ വേണ്ടിയിട്ട് ഗില്ലിനെ പരിഗണിക്കുന്നുണ്ടോ? സാറിന് എന്താണ് തോന്നുന്നത്? പോസ്റ്റർ ബോയ് എന്ന് മാത്രമല്ല, 3 ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ ആക്കാൻ തന്നെയാണ് ഈ ഇന്ത്യയുടെ സെലക്ടേഴ്സിൻ്റെ ആഗ്രഹം. മുമ്പ് തൊട്ട് അത് തന്നെയാണ്. ഇപ്പം പക്ഷെ ഒരു ട്രാൻസിഷൻ പീരീഡ് വന്നത് കാരണം അത് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു T20 ലോകകപ്പ് നമ്മുടെ നാട്ടിലാണ് കളിക്കാൻ പോകണം. അത് കഴിഞ്ഞാൽ 3 ഫോർമാറ്റിലും മിക്കവാറും ഗില്ല് തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ. അതാണ് അവരുടെ ഉദ്ദേശം. പിന്നെ അതിൻ്റെ തീർച്ചയായിട്ടും ഒരു മാർക്കറ്റിംഗ് ആംഗിളും കൂടി ഉണ്ട്. എല്ലാ കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, സുനിൽ ഗവാസ്കറിൻ്റെ കാലം തൊട്ട്. പിന്നീട് നമ്മൾ ഈ സാർ പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ, അപ്പോൾ 1 ഡേ ടീമിൽ രോഹിതിൻ്റെ ഒരു ഭാവി എത്ര കാലം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്? അത് മുഴുവനായിട്ട് ആ ഓസ്ട്രേലിയ സീരീസ് ഡിപ്പെൻഡ് ചെയ്യും ശരിക്കും. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കുറേ കാലം നമ്മൾ T20 കളിക്കുന്നുള്ളൂ, T20 ടെസ്റ്റും മാത്രമേ കളിക്കുന്നുള്ളൂ. അപ്പോൾ ODIക്ക് ഏകദേശം ഒരു പ്രാധാന്യം ഇല്ലാത്ത പോലത്തെ ഒരു കാലമാണ് ശരിക്കും. അപ്പോൾ ഓസ്ട്രേലിയ പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആദ്യമേ ഈ ചോദ്യങ്ങൾ വരും, എന്തുകൊണ്ട് ഇവർ രണ്ടുപേരും, കോഹ്ലിയുടെ പേരിലും ചോദ്യങ്ങൾ വരും, എങ്ങനെ ഇവർ 2027 വരെ എത്തും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ടൂറ് വലിയൊരു ഇതാണ് ശരിക്കും അവർക്ക് ഓസ്ട്രേലിയ.
നമ്മളിപ്പോൾ ഏഷ്യ കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യയോടൊരു കോമ്പറ്റ് ചെയ്യാൻ പോകുന്നൊരു ടീം ഏതെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പോയ കാലത്ത് പാകിസ്ഥാനല്ല, ലങ്ക ഏറെക്കുറെയൊക്കെ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു അന്വേഷണം മെച്ചപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശും ഒന്നുമില്ല. അഫ്ഗാൻ എനിക്ക് തോന്നുന്നു പിന്നെയും. സാറിന് എന്താണെന്ന് തോന്നുന്നത് ടൂർണമെൻറ്റിൻ്റെ ഒരു T20 ഫോർമാറ്റിൻ്റെ ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഏത് ടീമിനും ആ ഒരു ദിവസം ജയിക്കാം. ടെസ്റ്റ് ക്രിക്കറ്റ് പോലെ ഈ ODIയിലും വരെ സാധാരണ ശക്തമായ ടീമാണ് ജയിക്കുക. അപ്സെറ്റിനുള്ള ചാൻസ് കുറേയും കൂടി കുറയും. ആ ഓവേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അപ്സെറ്റിൻ്റെ സാധ്യത കുറയും. T20 അങ്ങനെയല്ല. ഇപ്പോൾ ഹോങ്കോങ്, UAE ഇങ്ങനത്തെ ടീമുകൾക്ക് വരെ ഒരു നല്ലൊരു സ്പെല്ലോ ഒരു 5 ഓവറിൽ 6 7 സിക്സ് അടിച്ചാൽ കളി മാറി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ടീമിനും ഒരു ചെറിയ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു സെറ്റ് ടീമുകൾ വെച്ച് 10 കളി കളിച്ചാൽ ഇന്ത്യ 9 ജയിക്കും. അതുപോലെ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും സഞ്ജു ടീമിലുള്ളതുകൊണ്ട് തന്നെ ഒരു ആവേശമാണ്. സഞ്ജു കളിക്കുമ്പോൾ ഉള്ളതെന്നുള്ളതാണ് ഏതാണ്ട് എല്ലാ മലയാള മാധ്യമങ്ങളും കുറച്ചായിട്ടുള്ള വാർത്ത. സാറിന് എന്താണെന്ന് തോന്നുന്നത്? എല്ലാ കളിയും കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്നലത്തെ നെറ്റ് സെഷൻ്റെ ഞാൻ ഫുട്ടേജ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സഞ്ജു ആദ്യം കുറച്ച് ക്യാച്ചസ് എടുത്തു എന്നല്ലാതെ ബാറ്റിംഗ് അധികം നെറ്റ്സിൽ ചെയ്തത് ജിതേഷ് ശർമ്മയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും അവർ റൊട്ടേറ്റ് ചെയ്ത് നോക്കും. എന്താ വെച്ചാൽ ഇനി 22 കളിയാണ് വരാനുള്ളത് ലോകകപ്പിന് മുമ്പ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ സഞ്ജുവിനും ഒരു 7 8 9 കളി എന്തായാലും കിട്ടും. അല്ലെങ്കിൽ ഈ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ജിതേഷ് ശർമ്മ ഒരു ഫിനിഷറാണ്. അതാ ഈ ഗില്ലിനെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇത് വളരെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് പെയറായിരുന്നു അഭിഷേക് ശർമ്മയും സഞ്ജുവും. ഇപ്പം ഗില്ലിനെ ടീമിൽ കൊണ്ടുവരണമെങ്കിൽ ഗില്ല് ഓപ്പൺ ചെയ്യണം. അപ്പോൾ പിന്നെ സഞ്ജു 3 ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തിലക് വർമ്മയെ മാറ്റണം. അല്ലെങ്കിൽ പിന്നെ സഞ്ജുവിനെ വേണ്ടാന്ന് വെച്ച് ജിതേഷ് ശർമ്മയെ ഫിനിഷറായിട്ട് കൊണ്ടുവരണം. അതുപോലെ അതിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഏഷ്യ കപ്പ് ഒരു കുറച്ച് കാലം മുന്നേ വരെ ഇന്ത്യയിൽ അത്ര സീരിയസ് ആയി എടുത്തിരുന്നില്ല. അപ്പോൾ സാധാരണ കോഹ്ലിക്കൊക്കെ പോയി റെസ്റ്റ് കൊടുക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നു ഏഷ്യ കപ്പ്. പക്ഷേ ഇപ്പോൾ ബുംറ അടക്കം ഇന്ത്യ അയക്കുന്നുണ്ട്. എന്താണ് സാറിന് തോന്നുന്നത്? ഇതിപ്പോൾ പ്രധാന ഒരു കാരണം ഈ ലോകകപ്പ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകണം. അത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ജയിച്ചിട്ടില്ല. 2016 നടന്നപ്പോൾ സെമിയിൽ തോറ്റു. അപ്പോൾ അത് നമ്മുടെ കാണികളുടെ മുമ്പിൽ ജയിക്കണം എന്ന് വലിയൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ബുംറയും ഞാൻ പറഞ്ഞ് 22 കളിയിലെല്ലാം ഒന്നും കളിക്കാൻ പോകുന്നില്ല. ബുംറ എല്ലാം കളിക്കില്ല, സഞ്ജു എല്ലാം കളിക്കില്ല. പല കളിക്കാരെ അവർ റൊട്ടേറ്റ് ചെയ്ത് നോക്കും.